ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തേങ്ങ ഉണ്ടെങ്കിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ഉണ്ടോ അത്രയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഓയിലൊന്നും വേണ്ട. അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും, ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരിയൊന്നും വേണ്ട, നമ്മൾ കുറേ തേങ്ങ എടുക്കുമ്പോൾ നമ്മൾ കുറേ ബ്രെഡ് എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു 1/2 കപ്പ് തേങ്ങയൊക്കെ മതി. എന്നിട്ട് അതിട്ടിട്ട് തേങ്ങ നല്ല മൂത്ത മണം വരില്ലേ, അത്ര നേരം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏകദേശം ഒരു 2.5 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയുടെ നല്ല മൂത്ത മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വയ്ക്കാം, വേറൊരു ബൗളിൽ മാറ്റിയിടണം. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് നമുക്ക് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇത് ഭയങ്കര സ്വീറ്റ് ആയിട്ടൊന്നും അല്ല ഞാൻ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് ഒത്തിരി സ്വീറ്റ് കഴിക്കുന്ന അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മധുരം കുറച്ചിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചും കൂടെ എനിക്കൊരു ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നി, ഒരുപാട് മധുരം ഇല്ലാണ്ട്. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതേപോലെ കുഴൽ വെച്ചിട്ട് പരത്തി കൊടുക്കാം. ചില ബ്രെഡ് നമ്മൾ പരത്തുമ്പോൾ പൊടിഞ്ഞു പോകുന്നത് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ബ്രെഡാണെങ്കിൽ ഒരെണ്ണം പരത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു 30 സെക്കൻഡ് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ചൂടാറുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 ബ്രെഡ് ഇതേ പരത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് സൈഡിലായിട്ട് ഫുള്ളായിട്ടൊന്ന് വെള്ളം തൊട്ട് കൊടുക്കണം, നന്നായിട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 സൈഡിലും നമുക്ക് വെള്ളം ഒന്ന് തൊട്ടാക്കി കൊടുക്കാം. മൈദ പേസ്റ്റൊന്നും ആവശ്യമില്ല, വെള്ളം തന്നെ മതി. അതിനുശേഷം പിന്നെ നമ്മൾ ഇതിൻ്റെ നടുക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. അത് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അത്രയും വെച്ച് കൊടുക്കുക. ഞാനിവിടെ 2 ടീസ്പൂണാണ് വെച്ച് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പ്രത്യേകിച്ച് കുട്ടീസിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും, കാരണം അതിൻ്റെ ആ ഒരു മണവും തേങ്ങയുടെ ആ ഒരു മണം ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള സ്മെല്ലല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബ്രെഡ് വെച്ചിട്ട് നല്ലപോലെ ഒട്ടിച്ച് കൊടുക്കണം. സൈഡ് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്തത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. സൈഡിൽ വെള്ളമാക്കാൻ മറന്നു പോരുത്, വെള്ളമാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. അതിലേക്ക് പിന്നെ നമ്മൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നത്, ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അതിലേക്ക് പിന്നെ ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല മധുരം വേണമെന്നുള്ളവർക്ക് ഒരു 2-3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റായിട്ടേ മധുരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ഓയിലൊന്നും അധികം എടുക്കുന്നില്ല. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം നെയ്യ് എടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ എടുത്താൽ മതി. എന്നിട്ട് മുട്ടയിൽ ഇതേപോലെ ബ്രെഡ് നന്നായിട്ട് മുക്കിയിട്ട് നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ വെച്ച് കൊടുക്കാം. ശരിക്കും ഈ സ്കൂളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുട്ടീസിനൊക്കെ സ്നാക്കായിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്, കാരണം അവർക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അതുപോലെ തന്നെ വൈകുന്നേരം ചായക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് വരും. അപ്പോൾ തീ കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമുക്കിനി എടുത്ത് മാറ്റാം. അടുത്തത് ഇടുമ്പോൾ ഇനി എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആ ഇതിൽ തന്നെ നന്നായിട്ട് മുരിഞ്ഞ് വന്നോളൂ. അപ്പോൾ ഇത് ചൂടോടെ തന്നെ നമുക്ക് നല്ല കട്ടൻ ചായയുടെ കൂടെ സെർവ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായി. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല എന്താ പറയുക, നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു ഫീല് കിട്ടും കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.